മഹേഷ് പണിക്കർ, അങ്ങ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് രാഹുൽ മറുപടി നൽകുക. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇപ്പോൾ അങ്ങ് ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾക്കറിയാം അവിടെ എത്തുന്ന ഓരോ ഭക്തനും അയ്യപ്പനെ ദർശിക്കുന്നതിനൊപ്പം തന്നെ ആ ശ്രീകോവിലും ദ്വാരപാലകന്മാരെയൊക്കെ മനസ്സാലോ കൈകളാലോ വണങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എത്തുന്ന ഭക്തർക്ക് നോക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ളതാണോ, നമ്മളെ പറ്റിച്ചു കൊണ്ടുപോയി വെച്ചതാണോ എന്നൊക്കെ ഒരു സംശയം ഒരു ഭക്തന് തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങയുടെ അനുഭവത്തിൽ ഇതൊക്കെ വ്യാജമാണോ എങ്ങനെ ഇരിക്കുന്നത്, അവിടെ ചെല്ലുന്ന വിശ്വാസികൾ കാണുന്നത്? ഇല്ല, അതൊരു വിശ്വാസത്തിന് പറ്റുന്നൊരു മുറിവാണെന്ന്. അതിനകത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സാധനം, 1922 ഇന്നത്തെ ദിവസമാണ് നമ്മൾ ഈജിപ്തിലെ തുത്തുംഖാൻ്റെ ആ മെയിൻ ആ മമ്മി കണ്ടുപിടിക്കുന്നത്. ഹോവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ഒരാളാണത്, ഒരു പരിവേഷകനാണ് അത് കണ്ടുപിടിക്കുന്നത്. ഞാൻ അതിൻ്റെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമാണ് അത് 1922 നവംബർ 26 ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പം ആ സംഭവത്തിനെ ബേസ് ചെയ്തൊരു മ്യൂസിയം അടുത്ത കാലത്ത് ഈ നവംബർ 1 ആ ഒരു വേൾഡിലെ ഏറ്റവും വലിയൊരു മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ ആ മമ്മിക്കകത്ത് നമ്മുടെ കുരുമുളക്, ഏലം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. ഇത് പഴയ നമ്മുടെ ഒരു ട്രേഡ് റൂട്ടാണ്. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഫറവോൻ്റെ മമ്മിക്കകത്താണ് ആലോചിച്ചോണം. അതിനകത്തിരിക്കുന്ന നമ്മുടെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട റൂട്ടാണ്. അപ്പം ഈ സ്ഥലങ്ങളിലേക്കാണ് ഇവരൊക്കെ പോയിരിക്കുന്നത്. അപ്പം ഈ സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആൻറ്റിക് വാല്യൂ, അവർക്ക് അവരുടെ പൈതൃകമായിട്ട് ബന്ധപ്പെട്ട ഈജിപ്ഷ്യൻ ഫറവോ മമ്മിയായിട്ടൊക്കെ ബന്ധപ്പെട്ട അയ്യപ്പനുമായിട്ടുള്ള ഒരു പഴയ കണക്ഷനാണ് ഇതിനകത്തുള്ളത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇതൊക്കെ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇത് വിറ്റിട്ടുണ്ടോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സംശയം ന്യായമാണ്, തികച്ചും ന്യായമാണ്. ഈ സുഭാഷ് കപൂർ പോലെയുള്ള മോഡലുകൾ ഇതിനകത്ത് വർത്തിയിട്ടുണ്ടോ എന്നുള്ളത് ന്യായമാണ്. കാര്യം അത്ര വിശാലമായ രീതിയിൽ നമ്മൾ ആരും ചിന്തിക്കാത്തതിനപ്പുറത്താണ് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച അവിടുത്തെ ഒരു ഭരണാധികാരിയായിരുന്ന ഒരു ഫറവോൻ്റെ, തുത്തുംഖാൻ എന്ന് പറഞ്ഞ ഫറവോൻ്റെ അയാളുടെ ആ മ്യൂസിയം ഈ പറഞ്ഞ നവംബർ 1 ഉദ്ഘാടനം ചെയ്യുക. നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന 1922 നവംബറിൽ 26 ഇത് ആദ്യമായിട്ട് കണ്ടെത്തുക. ഇതൊക്കെ വെറും നമ്മളൊരു ജസ്റ്റ് ഒരു ആകസ്മികമായിട്ട് അങ്ങനെ കണ്ടു പോകരുത്. ഇതിനകത്തൊക്കെ കുറച്ച് നല്ല അയ്യപ്പൻ്റെ നല്ല ഗെയിമുണ്ട്. കാര്യം ഇതിനകത്ത് വലിയ വലിയ ആൾക്കാർ പിടിക്കപ്പെടേണ്ട സാധനങ്ങളുണ്ട്. നിസ്സാരമായിട്ടൊരു കുറച്ച് പേര് ആരും കണ്ടില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമായിരുന്നു, ഞാൻ ഇപ്പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ അപ്പുറത്ത് പൂജ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ അപ്പുറത്ത് ദക്ഷിണം മേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊന്നും പറയുന്നതിനകത്ത് കാര്യമില്ല. ഇതൊരു വളരെ കുറേ നാളായിട്ട് നടന്നിട്ടുള്ള സാധനമാണ്. ഈ വാജിവാഹനം, ഈ പറഞ്ഞ അഷ്ടദിക്പാലകർ, പഴയ കൊടിമരം, ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഈ വക സാധനങ്ങളിനകത്തൊന്നും ഇതൊന്നും ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ജപിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയല്ല അവിടുത്തെ തന്ത്രി കുടുംബങ്ങൾ എല്ലാവരും. കാര്യം അവരുടെ കണ്ണും കാതും പോകേണ്ട ദേവന്റെ പൂജയുമായിട്ട് ബന്ധപ്പെട്ട ഇത്രമാത്രം പാരമ്പര്യമുള്ള 10,000-3000 കൊല്ലം മുമ്പുള്ള ഒരു ഫറവോൻ്റെ അകത്തിരിക്കുന്ന എന്താ പറയുന്ന അതിൻ്റെ മമ്മിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തുള്ള കുരുമുളകും ഏലവും ഒക്കെ നമ്മുടെ ഇവിടുത്തെ ശബരിമലയിലെ ട്രേഡ് റൂട്ടിൽ കൂടെ പോയതാണെന്ന് പറയുന്ന ആ ഒരു വിശാലമായ അർത്ഥത്തിൽ ഇതിനെയൊക്കെ കാണണം, അങ്ങനെ ചേർത്ത് വായിക്കണം. അത്രമാത്രം വലിപ്പമുള്ളൊരു വസ്തുവാണിത്. അത് മനസ്സിലാക്കി അതിൻ്റെ ഒരു സാങ്കേതികത്വം ഇതിനകത്ത് കൊടുക്കണം. ചുമ്മാ നിസ്സാരമായിട്ട് 1 കിലോ സ്വർണ്ണം അല്ലെ 1/2 കിലോ സ്വർണ്ണത്തിൻ്റെ ഇടപാടുകളല്ലത്. കാര്യം ഇത്ര പാരമ്പര്യമുള്ള ഇത്രമാത്രം വിശാലമായ ഒരു കാര്യമാണ്. അതിനകത്ത് അവർ ഒന്നുമില്ലാതെ ഇതൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും അവർക്ക് അറിയത്തില്ല, ഇതെല്ലാം ഉദ്യോഗസ്ഥർ, ഇതെല്ലാം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആൾക്കാർ വ്യാപ്തിയും ആഴവും ഈ കേസിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. അങ്ങേക്ക് പോകേണ്ട സമയം കൂടിയായിട്ട് വളരെ നന്ദി. ഞാൻ മറുപടിയിലേക്ക്, രാഹുൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളുണ്ട്, അത് ഒരു തരത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലേ, ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഇതിലില്ലേ എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. രാഹുൽ മറുപടി പറയും. പെട്ടെന്ന് 2 കാര്യങ്ങൾ. ഒന്ന്, മഹേഷ് പറഞ്ഞതുപോലെ എന്നിലെ ഭക്തന് അയ്യപ്പൻ ഇങ്ങനെ ഗ്ലോബൽ ആകുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അയ്യപ്പൻ ഈജിപ്തിലെ ഫറോവായിട്ടുള്ള ബന്ധം, ചരിത്രപരമായ ബന്ധം, അങ്ങനെ അന്താരാഷ്ട്ര മാനങ്ങൾ, ഈജിപ്തിലെ ഫറോവ തുടങ്ങിയ കാര്യങ്ങൾ, ഇത്തരം വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം ഒരു വിശ്വാസി എന്ന നിലയിൽ എൻ്റെ അയ്യപ്പൻ യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പനായി മാറി. അതായത് നമ്മുടെ കേരള ഗവൺമെന്റ് ഒക്കെ ചിന്തിക്കുന്നതിനപ്പുറം 3000 വർഷങ്ങൾക്കപ്പുറമുള്ള ഫറോയിലേക്കൊക്കെ വ്യാപിക്കുന്ന വലിയൊരു അയ്യപ്പനായി മാറുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കത് തർക്കമില്ല. അങ്ങനെ സന്തോഷം കിട്ടുന്ന കാര്യത്തിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനതിൽ ഓക്കെയാണ്. ഇനി 2 സീരിയസ് ആയ കാര്യം, നമ്മൾ ഈ കോൺസ്പിറസി തിയറീസിലേക്കൊക്കെ പോകുന്നതിന് പകരം ഹൈക്കോടതി വളരെ സ്പെസിഫിക് ആയ ഒരു കാര്യം അന്വേഷിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈക്കോടതി അവസാന വിധിയിൽ, രണ്ടാമത്തെ വിധിയിൽ 8ാം പാരാഗ്രാഫിൽ 9 കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വരണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിശ്വാസികൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് കഥയുണ്ടാവും. മഹേഷ് നല്ല ഭക്തനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ ഭക്തിയെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ കഥകളൊക്കെ തീർച്ചയായിട്ടും വരാം. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരുപാട് കഥകൾ വരുന്നുണ്ട്.
ആൾക്കാർക്ക് കേൾക്കാൻ വളരെ ഫാൻസിഫുൾ ആയിട്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ച് അന്യഗ്രഹ ജീവികളും ഏലിയനും എല്ലാം കൂടെ വെച്ച അയ്യപ്പൻ ഗ്ലോബൽ മാത്രമല്ല എക്സ്ട്രാ ടെറസ്ട്രിയലും കൂടെ ആവും. അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് ഈ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചെടുക്കണം. അതായത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ ശബരിമലയിൽ നിന്ന് പോയി. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വിജയമല്യ തന്ന തനി തങ്കത്തിലുള്ള 1.5 കിലോഗ്രാമും 2.5 കിലോഗ്രാമും ഉള്ള സ്വർണം പതിച്ച കാര്യങ്ങൾ പോയി. അത് നമുക്ക് തിരിച്ചെടുക്കണം. അത് മറിച്ചു വിറ്റോ മുറിച്ചു വിറ്റോ എന്നറിയണം. ആരെയാണ് കൊടുത്തത്? അവരെയും പറ്റിച്ച് ചെയ്തതായിരിക്കും. ഇത് സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഈ തിയറികളെല്ലാം നല്ലതാണ്, ഭംഗിയാണ്, നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ ഫാക്ച്വലി കോടതിയുടെ കണ്ണിൽ, നിയമത്തിന്റെ കണ്ണിൽ നഷ്ടമായത് തിരിച്ചെടുക്കണം. തന്ത്രിമാരെ വെച്ച് അങ്ങനെ കഥകളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ജാഗ്രത കുറവുണ്ടായി അങ്ങനെ ഒരു തോന്നലുണ്ടോ രാഹുൽ? അങ്ങനെയല്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ തന്ത്രിക്കോ മേശാന്തിക്കോ സ്വർണ്ണപ്പണിയൊന്നും അറിയില്ലല്ലോ. ഇനി ബ്രഹ്മശ്രീ കണ്ഠര് രാജീവര്, ഇതുവരെ അദ്ദേഹം അങ്ങനെ യാതൊരു വിവാദങ്ങളിലും പെടാത്ത വ്യക്തിയാണ്. ബ്രഹ്മശ്രീ കണ്ഠര് രാജീവരാകട്ടെ, ബ്രഹ്മശ്രീ ബ്രഹ്മദത്തനാകട്ടെ, ബ്രഹ്മശ്രീ മഹേഷ് മോഹനരാകട്ടെ, അവരൊന്നും ദൗർഭാഗ്യവശാൽ ബ്രഹ്മശ്രീ കണ്ഠര് മോഹനര് അദ്ദേഹം ഒരു കേസിൽ വാദിയായിരുന്നു, പ്രതിയല്ല കേട്ടോ, അദ്ദേഹം ഒരു കേസിൽ വാദിയായിരുന്നു. അദ്ദേഹത്തെയാണ് ആക്രമിച്ചത്. ഇവർക്കൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു നെഗറ്റീവായ ട്രാക്ക് റെക്കോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ തിയറികളൊക്കെ ഉണ്ടാക്കുന്നത് ഈ വിശ്വാസികളുടെ മനസ്സിന്റെ വിഹ്വലതയാണ്. അതിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ അതിനപ്പുറം ഫാക്ച്വലി ശബരിമലയിൽ നിന്ന് നഷ്ടമായ കാര്യങ്ങൾ തിരിച്ചു പിടിക്കണം. വേറെ അമ്പലങ്ങളിൽ നിന്ന് പോകാത്തൊരു സംവിധാനം ഉണ്ടാക്കണം. ഇതായിരിക്കണം നമ്മുടെ കോർ ഇൻട്രസ്റ്റ്. അതിനോടൊപ്പം നമ്മൾ ഈ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ പ്രത്യേകതയാണ്, നമ്മൾ ഈ കഥകൾ ഉണ്ടാക്കാൻ വളരെ മിടുക്കരാണ്. അപ്പോൾ ആ കഥ നമ്മൾ അതിനെ ഐതിഹ്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് എന്ത് കഥയുണ്ടാക്കിയാലും അയ്യപ്പന്റെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരികെ അവിടെ എത്തണം. അത് അവിടെ നിന്ന് കട്ടുകൊണ്ടുപോകാൻ ആരൊക്കെയാണ് ഒത്താശ ചെയ്ത്, ആരൊക്കെയാണ് പ്രവർത്തിച്ചത്, അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടുക എന്നതാണ് ഇവിടുത്തെ ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത്.